ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ടീച്ചറുടെ വീഡിയോ തന്നെയാണ്. പക്ഷെ അവർ റിട്ടയർഡ് അല്ല. പിന്നെന്താണ്, അവർ റിട്ടയർഡ് നമ്മുടെ മഷ്റൂമിലേക്ക് വന്നതാണ്. ശരിക്ക് സ്കൂൾ പഠനകാലം ഒരുപാട് കാലം ചെയ്ത് അതിന്റെ ശേഷം മഷ്റൂം കൃഷി ഏറ്റെടുത്ത ഒരു ടീച്ചറുടെ വിജയകഥയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് ഞാൻ കഴിഞ്ഞ 31 വർഷമായിട്ട് ഞാനൊരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് ഒരു അലർജിക് കഫ് വന്നു. അപ്പോൾ എനിക്ക് വർത്താനം പറയാൻ പറ്റാത്തൊരു വിഷമം. പിന്നെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ക്ലാസ്, സൗണ്ടിന്റെ പ്രശ്നം. അപ്പൊ നമ്മുടെ ആയുധം പണി മുടക്കിയാല് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചു, പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ കൂൺ കൃഷിയെക്കുറിച്ച് ഞങ്ങളുടെ സുഹൃത്ത്, ഞാൻ പറഞ്ഞില്ലേ, സുജയും പ്രസവണും പറയുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്ന് നോക്കി. അവരെനിക്ക് വീഡിയോകൾ അയച്ചു തന്നു. അങ്ങനെ ഞാൻ പല വീഡിയോയിലും കണ്ടു. അങ്ങനെയാണ് ഞാൻ ജഷീറിൻ്റെ മഷ്റൂം മാൻ, ഔഷധിയുടെ മഷ്റൂം മാനിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടു. പിന്നെ ഞാൻ വേറെയും വീഡിയോകൾ കണ്ടു. അപ്പൊ എനിക്ക് തോന്നി ഇതാണ് ബെറ്റർ എന്ന് തോന്നി. പിന്നെ ഞാൻ അതേക്കുറിച്ച് പഠിച്ചു. ഞാനപ്പോൾ എൻ്റെ ചേച്ചി ഇതുപോലെ കൂൺ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വലുതായിട്ടല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി, പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനായിട്ട്. പക്ഷെ അവർ അത് ഒരു 6 മാസം ഓടിച്ചു നിർത്തി. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വിത്ത് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് അവർ നിർത്തിയെന്ന്. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പം വലിയ തോതിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇങ്ങനെ കണ്ടാമിനേഷൻ അതുപോലുള്ള പല അവരും നിർത്തിപ്പോയത് കണ്ടാമിനേഷൻ വന്നിട്ടാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എനിക്ക് നിർത്തിപ്പോകാൻ പറ്റില്ല. കാരണം ഈ ജോലിയിൽ നിന്ന് ഞാൻ വേറൊരു ജോലിയിലേക്ക് തുടങ്ങിയാൽ അതെനിക്ക് നിർത്താൻ പറ്റുന്ന ഒന്നായിരിക്കരുത്. മാർഗമാവണം. ഈ വയസ്സിൽ നമ്മൾ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അതിന് ഒരു പരിഹാരം ഉണ്ടാവണം. അതേക്കുറിച്ചുള്ള വീഡിയോകളായി ഞാൻ ഈ കൂണിനെ കുറിച്ചുള്ള കൂടുതൽ ഈ കണ്ടാമിനേഷന്റെ പ്രശ്നങ്ങളും വിത്തിന്റെ ലഭ്യത അതിനെക്കുറിച്ചൊക്കെ ഉള്ളത് കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ജഷീറിന്റെ വീഡിയോ കാണുന്നതും. അപ്പൊ എനിക്ക് തോന്നി ഇത് ഒന്ന് അവരോടൊന്ന് ചോദിക്കാമെന്ന്. ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠിപ്പ്, ഒരു അറിവ് കൂടുതൽ ജഷീറിൻ്റെ വീഡിയോയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ കാരണം, ഇതിൻ്റെ പിന്നിലുള്ള ഇത് ഓരോന്ന് ചെയ്യുന്നതിനും ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു അറിവ് ജഷീറിനുണ്ട്, കൂടുതലായിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ജഷീറിനെ തന്നെ വിളിക്കാനായിട്ട് കാരണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിസിറ്റ് ചെയ്തു. പിന്നെ നമ്മളെ എന്താ പറയുക, എല്ലാ കാര്യത്തിലും നമുക്ക് പ്രോത്സാഹനം നൽകി ഇതിൻ്റെ കുറവുകളെ പരിഹരിച്ചു. അങ്ങനെ നമ്മള് കൂൺ കൃഷി ആദ്യം തുടങ്ങിയതല്ല, നമ്മൾ കാണുന്ന സമയമുണ്ട് വീഡിയോയില്. അപ്പൊ കുറെ വീഡിയോയിൽ വളരെ സിമ്പിൾ ആണെന്നൊക്കെ പറയും. അപ്പൊ നമ്മൾക്കൊരു നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവും ഇങ്ങനെയായിരിക്കും. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം തോന്നിയത്? തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുക, ഇത് പല നിറത്തിലുള്ള കണ്ടാമിനേഷൻ, പച്ച, കറുപ്പ്, ഓറഞ്ച്, അങ്ങനെ പലതരത്തിലുള്ള കണ്ടാമിനേഷനുകൾ വരാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ഞാൻ ഈ ട്രൈക്കോഡർമ അങ്ങനെ വളരെ കുറച്ചാണ് അതിനെക്കുറിച്ച് എനിക്ക് വിവരം ഉണ്ടായിരുന്നുള്ളൂ. കണ്ടപ്പോഴാണ് അറിഞ്ഞത് ഇതിനകത്ത് ഇനിയും ഇത് നമ്മൾ പഠിക്കാനുണ്ട്, കാണാനുണ്ട്, കണ്ടാമിനേഷനുകൾ ഇനിയും ഉണ്ടാവാനുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാനുണ്ട്, മാർക്കറ്റിംഗ്, ആദ്യത്തെ ആഴ്ചയിലെ മാർക്കറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ട്, അതെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് മുമ്പോട്ട് പോകുമോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് 1 മാസത്തിനുള്ളിൽ ഇത് എന്താ പറയുക, ഈ മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് കുറഞ്ഞു തുടങ്ങി. കണ്ടാമിനേഷനുകൾ അതിൻ്റെ പരിഹാരം എനിക്ക് നിർദ്ദേശിച്ചു. അത് എനിക്ക് കുറഞ്ഞു തുടങ്ങി. ടീച്ചർ പറഞ്ഞിട്ടില്ലേ ഒരുപാട് കംപ്ലൈന്റ് വന്നു. അപ്പൊ ഇത് വീഡിയോയിൽ പറയാനുള്ള പ്രത്യേക കാരണം, ഒരുപാട് ആളുകൾക്ക് തെറ്റായ ഒരു ധാരണയുണ്ട്. ഈ ഹൈടെക് ഷെഡ് പണിതാൽ പിന്നെ അങ്ങോട്ട് നോക്കേണ്ടതില്ല, ഹൈടെക് ഷെഡ് ആയാൽ എല്ലാം ആയിരുന്നു. പക്ഷെ അത് തെറ്റായ ഒരു ധാരണയാണ്. ഹൈടെക് ഷെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഒരു പ്രശ്നങ്ങളും വരില്ല എന്നല്ല. ഹൈടെക് ഷെഡ് പ്രോബ്ലം ഇല്ലാത്തൊരവസ്ഥയല്ല, പക്ഷെ പ്രോബ്ലംസിനെ നിയന്ത്രിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ഹൈടെക്കിലുള്ളത്. പല ആളുകളും ഹൈടെക് പരാജയമാണ്, ഹൈടെക് ഷെഡ് പരാജയമാണെന്നൊക്കെ പലപ്പോഴും ഫോണിലൂടെ അല്ലാതെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ആളുകൾക്ക് ഹൈടെക് എന്നുള്ള വാക്കാണ് അറിയാം. പക്ഷെ ഹൈടെക് ഷെഡുകൾ പലതും പല രൂപത്തിലാണ്. ഹൈടെക് ഷെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മറികടക്കാൻ പറ്റും. ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്, ഇവരുടെ തുടക്കമാണ് നിങ്ങൾ കാണേണ്ടത്. തുടക്കം കഴിഞ്ഞ് പക്ഷെ ഒരു സെക്കൻഡ് പാർട്ട് വരാനുണ്ട്. അതിലാണ് ഇവരുടെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ എത്തി നിൽക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരാളുടെ ഒരു അവസ്ഥ എന്താണെന്നും
ഒരു സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്ഷൻ ലെവലിലേക്ക് എത്തിയ ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. തേർഡ് ഈൽഡ് ഒക്കെ അല്ലേ ഇത് വരുന്നത്? അതെ അതെ അതെ, തേർഡാണോ ഫോർത്താണോ ഒന്നും അറിയില്ല. കാരണം ഇത് 21 മെയ് മാസത്തിൽ ഇട്ടതാണല്ലോ, ഇപ്പം ജൂലൈ ആയില്ലേ, അപ്പം ഫോർത്താണോ? അതെ, അകലം ഞങ്ങൾ ആദ്യം ഇട്ടത്. ഇനിയിപ്പം ഈ പെല്ലറ്റ് ആണോ വൈക്കോലാണോ? വൈക്കോലിന് ഞാൻ അങ്ങനെ അപ്പൊ അത് ഇനി ഏതെങ്കിലും കാലത്ത് മാറ്റേണ്ടി വന്നാൽ പിന്നെ അന്നേരം ബുദ്ധിമുട്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഈസി ചെയ്യാൻ ഈസി സോഡസ്റ്റ് തന്നെ. കുറച്ചും കൂടെ കോസ്റ്റ് നോക്കുമ്പോ മറ്റേതാണ് ബെറ്റർ. പിന്നെ വയനാടല്ലേ ഞങ്ങൾക്ക് പിന്നെ വൈക്കോലൊക്കെ ലഭ്യമാണെങ്കിൽ ഇത് മാറ്റണ്ടല്ലോ. നല്ല ക്വാളിറ്റി വൈക്കോല് കിട്ടാത്താണ് ഇന്നത്തെ പ്രശ്നം. ഞാൻ തന്നെ തമിഴ്നാട് തെങ്കാശിന്ന് എടുക്കുന്നത്. ഓക്കെ, ഞങ്ങൾ ഇവിടെ അന്വേഷിച്ച് നോക്കി, അപ്പൊ നല്ല ഐറ്റമൊന്നും നല്ലതൊന്നും ഇതുവരെ കണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയൊരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണോ പൊക്കി വെച്ചേ? അല്ല, അത് ഇങ്ങനെ തന്നെ അല്ലേ? അല്ല, ഇതും തമ്മിൽ വ്യത്യാസം. അത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അവരിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവര് ഞങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നല്ലോ. അതെ 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 അതെ. ഇത് പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനാണ് കൂടുതൽ സമയം എടുക്കുന്നത്. കാരണം ഇത് കട്ട് ചെയ്ത് പിന്നെ അത് ഇതുവരെ ഈ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ കൂണ് പറിച്ചിട്ടില്ല. ഈ പരീക്ഷണത്തിന്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്നറിയോ? ഇത് വളരും, പക്ഷെ ഈ ഒരു പോയിന്റിലാണ് മഷ്റൂം വരാനുള്ള ടെൻഡൻസി ആദ്യം ഉണ്ടാവുക, ഈ ഒരു ഓപ്പണിങ്ങില്. അപ്പൊ നമ്മൾ ഇനി ഇതിനെ ടൈറ്റ് ആക്കി കെട്ടുമല്ലോ, അപ്പോഴും വെറുതെ കവറിന്റെ അകത്ത് കുറെ കൂണ് മുളച്ചുകൊണ്ടിരിക്കും, പുറത്തു വരാൻ പറ്റാണ്ട്. നേരെ മറിച്ച് ഇത് ആദ്യം മുതലേ നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയും ഇതിന് പറ്റുന്ന ഓക്സിജൻ കിട്ടുന്ന ഏരിയ നമ്മൾ കട്ട് ചെയ്യുകയും ചെയ്താൽ ആ ഓക്സിജൻ ഏതിലൂടെയാണോ കിട്ടുന്നത് അതിലൂടെ കൂണ് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് കൂടെ മഷ്റൂം വരാനുള്ള ടെൻഡൻസി ഉള്ളത്. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. അതറിയില്ലായിരുന്നു, ആ ഡീമെറിറ്റ്സ് അറിയിട്ടില്ലായിരുന്നു. അവര് പറഞ്ഞത് ഇങ്ങനെ ഇത് ചെയ്താൽ മതിയല്ലോ. പിന്നെ വേറൊരു കാര്യം, ഇതിപ്പോ ഇങ്ങനെ ഇത്രയും ഓപ്പൺ ആയതുകൊണ്ടാണ് ഇത് കുറെ ഇങ്ങനെ അടിയിലേക്ക് വരുന്ന സമയത്ത് ഈ അടിയിലുള്ളതിന് എയർ സർക്കുലേഷൻ കിട്ടാണ്ട് അത് വിത്തിട്ട പോലെ കിടക്കും. അതായത് ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ ഹോൾസ് ഉണ്ട്, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ ഇവിടെ നിന്ന് ഇതിന് കിട്ടും അല്ലേ? നേരെ മറിച്ച് ഇതിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ബ്രീത്ത് ചെയ്യണം. അപ്പൊ ഇവിടെ ഉള്ള ഈ കരുത്ത് ഇവിടെ ഇല്ല, ശ്രദ്ധിച്ചോ? ഈ കരുത്ത് ഇവിടെ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഈക്വൽ കരുത്തായിരിക്കും എല്ലാത്തിനും. അതുകൊണ്ട് അതിന്റെ പ്രൊഡക്ഷനും ഏകദേശം ഒരുപോലെ വരും. നിങ്ങൾ ഇവിടെ നോക്കിയാൽ പ്രത്യേകിച്ച് കാണാൻ പറ്റും, ഈ ഭാഗത്ത് വിത്തിട്ട പോലെയാണ് എക്സാക്ട്ലി. അപ്പൊ അത് മൈന്യൂട്ട് കാര്യമാണ്. അത് പറഞ്ഞത് വളരെ നന്നായി. എല്ലാ പ്രാവശ്യവും നിങ്ങൾ വന്ന് പോകുമ്പം എന്തെങ്കിലും എന്താ പറയാ അതിന്റെ പുതിയത് ഞാൻ പഠിക്കും. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ എന്റെ മനസ്സിന് തന്നെ അത് വല്ലാതെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അതിന് വേറെ കാര്യം കൂടി ഉണ്ട്. ഒരു കോൺകൃഷി എന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ടോ തീരുന്നതല്ല. 10 ദിവസത്തെ ക്ലാസ്സിലോ നമുക്ക് കോൺകൃഷി എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഓരോ ദിവസവും കൂണിനെ കുറിച്ച് പഠനമാണ്. ഇതൊരു വലിയ അറിവാണ് കേട്ടോ. ഈ അറിവ് കണ്ട് മനസ്സിലാക്കുമ്പോ പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്യും. ഞാൻ പറയുന്നതിനേക്കാളും ഇത് കണ്ട് മനസ്സിലാക്കാമല്ലോ. മനസ്സിലായി. ഈ സ്പോണിന് എയർ സർക്കുലേഷന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് ഇപ്പൊ ഈ വിദേശത്തൊക്കെ അവർ 1 കിലോയുടെ സ്പോൺ ബാഗാണ് ചെയ്യുക. അത് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഹോൾസ് ഇട്ടിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫിൽറ്റർ ചെയ്യും. നമ്മുടെ നാട്ടിൽ അതിന്റെ പകരം ഇവിടെ പഞ്ഞിയും ഇതും വെച്ചിട്ടാണ് ചെയ്യുക. മുകളിലുള്ള ഗ്രോത്ത് വിത്തിന് അടിയിൽ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 300 ഗ്രാംസിന്റെ വിത്താക്കണത്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ റബ്ബർ ബാൻഡ് ഇവിടെ കറക്റ്റ് ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ ഇതിലൂടെ മഷ്റൂം വരും. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുതൽ റബ്ബർ ബാൻഡ് ഇവിടെ നല്ല ടൈറ്റ് ആയിട്ട് ഇടുന്നത്. ഓക്സിജൻ ഇതിലൂടെ കിട്ടുമ്പോൾ ഈ സ്റ്റിക്കർ തള്ളിങ് വരും. ഇപ്പൊ എത്ര ദിവസമായി? 12 ദിവസമായി. ഇപ്പൊ ഒരു 8 ദിവസം കൊണ്ടൊക്കെ ബെഡ് 10 ദിവസം കൊണ്ട് ബെഡ് ഫുൾ ആവുന്നില്ലേ? ഇതൊരു പിറ്റേ ദിവസം തന്നെ ഈ മൈസീലിയം സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും.
അതേസമയം ആ ഹോൾ ഇട്ടിരുന്ന സമയത്തുണ്ടല്ലോ ഒരു 5-6 ദിവസമൊക്കെ എടുക്കുമായിരുന്നു. ഇത് പിറ്റേ ദിവസം തന്നെ ആ മൈസീലിയം ഇങ്ങനെ പടരുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഇന്നിട്ടതിന് ഇന്ന് മൈസീലിയം, ഇന്നലെ ഇട്ടതിന് ഇന്ന് മൈസീലിയം പടരുമോ എന്നുള്ളത്, അതൊക്കെ കാണുമ്പോൾ ഒരു നല്ല സന്തോഷമാണ്. അത് പ്രാക്ടിക്കലി നമ്മൾ പഠിക്കുന്ന സമയത്തെ നമ്മളത് ചെയ്ത് പഠിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് ആര് പറഞ്ഞു തന്നാൽ പോലും അതിന്റെ മേലെയാണത്. പിന്നെ മഷ്റൂം വിളവെടുക്കേണ്ട രീതി, മഷ്റൂം വിളവെടുക്കേണ്ട പ്രായം, അത് വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു ആദ്യം അല്ലേ? ഇപ്പൊ അത് മാറിയോ? ഇതിപ്പോ മാക്സിമം ആയി. ഇനിയും ഇത് നിർത്തി കഴിഞ്ഞാൽ ഈ വക്കുകളൊക്കെ പൊട്ടാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ ഇത് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് ചെറിയൊരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറും. നേരെ മറിച്ച് ഈ ഒരു പ്രായം എത്തുന്നതിന്റെ ഇച്ചിരി മുന്നേ ആണ് എടുക്കുന്നതെങ്കിൽ, സപ്പോസ് ഈ ഒരു പ്രായത്തിലാണ് എടുക്കുന്നതെങ്കിൽ ഫ്രഷ് ആയിട്ട് 2 ദിവസം ഇരിക്കും. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഇതിപ്പോ ഏറിയിട്ടില്ല, പക്ഷെ എങ്കിൽ പോലും ഒരു ശകലം കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഓക്കെയാണ്. ഇന്നലെ വൈകുന്നേരം നോക്കുമ്പോ ഇത് അധികം വലുതായിട്ടുണ്ടാവില്ല, ആണോ? ഇതിപ്പോ കറക്റ്റ് ആണ്. ഇനിയും 2-3 മണിക്കൂർ കഴിയുകയാണെങ്കിൽ അത് കൂടിപ്പോവും. പിന്നെ ഇതിന് ഈ വെറൈറ്റിക്ക് അധികം സ്റ്റെമ്പ് ഉണ്ടാവില്ല, അധികം വേസ്റ്റ് കട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഫിംഗർ ഇല്ലേ, ഈ ഫിംഗർ ഇവിടെ ഇതാവാൻ പാടില്ല. ശരിക്ക് ഒറ്റ കൈ കൊണ്ട് കിട്ടും. എങ്ങനെയാണെന്നറിയോ? അടിയിൽ പിടിക്കുകയാണെങ്കിൽ ഈ ഇതളൊന്നും പൊട്ടാണ്ട് കിട്ടും. ട്വിസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് വെക്കുമ്പോഴും വളരെ സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ എന്താ പറയുക, ഈ പാക്കറ്റ് കസ്റ്റമർ അടുത്ത് എത്തുമ്പോഴേക്കും ഇതൊന്നും സൈഡോ വക്കോ ഒന്നും പൊട്ടാൻ പാടില്ല. എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ട്, അവരെത്തിയിട്ടില്ല. പിന്നെ ഇത്രയും കാലം എനിക്ക് ഈ ഉറി കെട്ടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്തു കൂടെ വരുന്നുണ്ടായിരുന്നു. അവരും അവരുടെ ഭാര്യയും കൂടെ, പ്രസൂണും സുജയും. അവരിവിടുന്ന് ഒരു 30 കിലോമീറ്റർ ദൂരെയാണ്. എല്ലാ ദിവസവും വരുമായിരുന്നു. അവരിലൂടെയാണ് നിങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. സത്യമായിട്ടും. എങ്ങനെയാണ് എന്റെ വിപണനമൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ അടുത്തുള്ള ഷോപ്പിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ആൾക്കാർക്ക് അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മ എന്തോ പല ദിവസവും റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് വിഷമായിരുന്നു. ജസ്റ്റ് 1 month. അതെ അതെ അതെ, ഒരു 15 days. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് നമ്മുടെ പിന്നെ അടുത്തുള്ള ഷോപ്പിലൊക്കെ കൊടുക്കുന്നതിന് പകരം നമ്മൾ കുറച്ചുകൂടെ ടൗണിലേക്ക് മാറ്റി കൊടുത്തു നോക്ക്. അപ്പൊ ഇത് കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടെ തന്നെ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ അപ്പോഴാണ് ഈ ബുദ്ധിമുട്ട്, ആൾക്കാരത് കടയിൽ നിന്ന് റിട്ടേൺ വരുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. അപ്പോഴാണ് ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ തന്നെ പിന്നെ ഇത് വിൽക്കാനായിട്ട്, അതായത് ഓഫീസിൽ പറഞ്ഞിരുന്നു വീടുകളിൽ പോകുന്ന ഒരാളെ കിട്ടിയാൽ മതി. അതെ അതെ അതെ, അത് ജഷീർ പറഞ്ഞിട്ടാണ് കേട്ടോ അറിഞ്ഞത്. അതെ അതെ, അതിൽ നിന്നാണ് ഞങ്ങള് ഈ ആളെ കണ്ടെത്തിയത്. ജഷീർ തുടങ്ങി കഴിഞ്ഞാൽ പറയോ എന്റെ തന്നെ വിത്ത് എടുക്കണം, അങ്ങനെയൊക്കെ പറയും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ അടുത്തൊന്നും എടുക്കില്ലായിരുന്നല്ലോ, അതേക്കുറിച്ച് പറയില്ലായിരുന്നല്ലോ. ഈ വേറെ സ്ഥലത്തുനിന്ന് എടുത്ത വിത്തിനാണ് കൂടുതൽ കണ്ടാമിനേഷൻസ് ഉണ്ടായത്. അതാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ പരിഹാരം പറഞ്ഞതൊന്നും ജഷീർ തന്നെയാണ്. അതിനൊന്നും ഒരു മടിയോ അല്ലെങ്കിൽ എൻ്റെ വിത്തല്ല അത്, അതുകൊണ്ട് എനിക്ക് അറിയില്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ കൊടുക്കാനായിട്ട് അപ്പൊ ഏകദേശം എത്ര കിലോ വരെ വിൽക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇപ്പൊ നമുക്ക്? നമുക്കൊരു അവർ പറയുന്നത്, ഇപ്പം ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ട് വരികയാണ്, ഇത് ഞങ്ങൾ വിൽക്കാൻ തരുമോ, ഞങ്ങൾക്ക് വിൽക്കാൻ തരുമോ എന്ന്. ഇപ്പോൾ ഒരാൾക്ക് പോലും വിൽക്കാനുള്ളതിലേക്ക് ആയിട്ടില്ല ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു 2-3 ഞങ്ങൾ 6.5 കിലോ വരെ കൊടുത്തു. അവരെത്ര പാക്കറ്റ് ആവശ്യപ്പെടുന്ന? അവര് പറയുന്നത് ഇപ്പൊ കൊടുക്കുന്നവര് പറഞ്ഞ 100 പാക്കറ്റ് വരെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നാണ് അവര് പറയണേ. 100 പാക്കറ്റ് 20 കിലോ. അതെ അതെ, ഒരാള് 20 കിലോ. അതെ, ഒരാൾക്ക് 20 കിലോ വിൽക്കാൻ പറ്റും. അയാൾ വിറ്റിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ 1-2 പേര് വേറെയും ചോദിക്കുന്നു. വേറെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തൊട്ടടുത്ത കടകളിലെ കൊടുക്കലും നിർത്തി. പക്ഷെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് നിങ്ങൾ കൂണ് തരാത്ത. ഇപ്പോഴാണ് ഫേമസ് ആയത്. അതെ അതെ, ആൾക്കാർ ചോദിച്ചു വരുന്നത് കാണാം. +2 ടീച്ചേഴ്സ് ചോദിച്ചു വരാൻ തുടങ്ങി. +2 തൊട്ടടുത്താണല്ലോ, അവിടുത്തെ ടീച്ചേഴ്സ് ചോദിച്ചു വരാൻ തുടങ്ങി. ഇവിടെ വീട്ടിൽ വന്ന് വാങ്ങിക്കും, കുട്ടികളെ പറഞ്ഞുവിടും. പക്ഷെ വരുന്ന ആൾക്കാരെ മടക്കി വിടാന്ന് പറഞ്ഞാൽ അതൊരു വിഷമാണ്.
അപ്പൊ വീട്ടില് കുറച്ച് സ്റ്റോക്ക് ചെയ്യോ? ഇല്ല, ഞാൻ കുറച്ച് ഇവിടെ ബാക്കി വെക്കും, ഇങ്ങനെ അത്യാവശ്യക്കാർക്ക്. അല്ലെങ്കിൽ അത് വൈകുന്നേരം കൊണ്ടുപോകാൻ ആളുണ്ട്, വൈകുന്നേരം ഇപ്പൊ കൊടുക്കാൻ എനിക്ക് ഇല്ലാത്ത കുഴപ്പമേ ഉള്ളൂ. ഇതിപ്പോ ഏകദേശം അതിന്റെ എക്സ്ട്രീം സ്റ്റേജിലെത്തി, ഏറ്റവും വളർന്ന സ്റ്റേജിലെത്തി. ഇനി നിർത്തി കഴിഞ്ഞാൽ ഇത് പിന്നെ അഴുകാനോ തുടങ്ങും. പിന്നെ ഇതിലേക്ക് പ്രായീനെ പെട്ടെന്ന് ആകർഷിക്കും. ഈ ഉറിയുടെ ഒരു കേസിലേ ഇപ്പൊ നമ്മള് ഈ ഹാങ് ചെയ്യുന്ന സിസ്റ്റം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത് ഏതാണ്? ഈ ഒരു സിസ്റ്റം ആണോ? ഇതല്ലാതെ വേറെ ഒരു സിസ്റ്റം ഞാൻ അന്ന് ഇങ്ങനെ പൈപ്പ് ഇടുന്ന ഒരു സിസ്റ്റം പറഞ്ഞു, അതിലും നല്ലത് ഇതാണ്. അതെന്ന് പറഞ്ഞ പൈപ്പ് ഇടുമ്പോ എന്ന് വെച്ചാല് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോ അതെ പിടിക്കാൻ ഒരാള്, പിന്നെ അത് മറിഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസി. ഇതാവുമ്പോ ആ ബാലൻസിങ്ങിന് പ്രശ്നമില്ല, ഇതാണ് ഈസി. പക്ഷെ എന്റെ വീഡിയോസിൽ കണ്ടിട്ടില്ലേ വേറെ ആളുകൾ, ഇപ്പൊ ഇതിന് മുമ്പ് എടുത്ത വീഡിയോസ്, ഇപ്പൊ ഇടുക്കിയിലുള്ള വീഡിയോസ് ഒക്കെ അവർ ഈ ചെറിയ പൈപ്പുകളാണ് ഇടുന്നത്. ചില ആളുകൾക്ക് അത് പറയും ഞങ്ങൾക്ക് ഇതാണ് എളുപ്പം. ഈസി എന്നല്ല, ഇതാണ് എളുപ്പം. ഇത് കുറച്ച് പണിയല്ലേ, ഈ ഒരു ഫസ്റ്റ് പണി ഇതാണ്, ആദ്യത്തെ ഒരു കുറച്ച് ദിവസത്തെ ഒരു പണിയാണ്. അതെ അതെ. അപ്പൊ ആളുകൾ പറയും ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറയും. ഇപ്പൊ വാളാട്ടുകാരും ഈ ഒരു പൈപ്പ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആണോ? ഞാൻ വിചാരിച്ചു ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് നോക്കണ്ട, ഇത് നോക്കണ്ട. ഞാൻ കൊച്ചുകുട്ടികളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സെലക്ട് ചെയ്യായിരുന്നു കൊച്ചു പിള്ളേരെ പഠിപ്പിക്കാനായിട്ട്. അവിടെ എനിക്ക് സന്തോഷമായിരുന്നു, കാരണം അവരുടെ സ്നേഹം, പിന്നെ നന്നായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ സന്തോഷം. അവർ പറയുന്നത് മിസ് പഠിപ്പിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ട, അത് കേൾക്കാനുള്ള എൻ്റെ സന്തോഷം. എനിക്ക് അങ്ങനെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു സ്കൂൾ ജീവിതം. ആദ്യം എനിക്ക് ഒരു ഉത്ഭയം ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും എൻ്റെ 31 വർഷത്തെ സ്കൂൾ ജീവിതം വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ. പക്ഷെ ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ആ ജീവിതം എനിക്കിഷ്ടമാണ്. പക്ഷെ എങ്ങനെ ഉണ്ടാവും ഈ കഴിഞ്ഞ 31 വർഷം ഇതുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ലല്ലോ എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു പേടിയായിരുന്നു. പക്ഷെ ഞാൻ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മണിക്കൂറുകൾ, ഞാൻ 12 മണിക്കൂർ വരെ പല ദിവസവും ഇവിടെ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഒരു ക്ഷീണമില്ല. എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ കൂണ് പറിക്കാനുള്ള സന്തോഷം ഉണ്ടല്ലോ, അതൊരു വേറെ സന്തോഷമാണ്. ഏതായാലും ഞാൻ എൻജോയ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ ടീച്ചർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഇത് ഒരുപാട് ആളുകൾ നേരിട്ട് പറയുന്നതാണ്. അപ്പൊ ഇതിവിടെ പിന്നെ ടീച്ചറും പറഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് പറയാന്ന് വിചാരിച്ചത്. കാരണം നമ്മളെല്ലാവരും പിന്നെ ജോലി ചെയ്യുന്നതും അധ്വാനിക്കുന്നതൊക്കെ പൈസ ഉണ്ടാക്കാനാണ്, അല്ലെ? കാശ് ഉണ്ടാക്കാനാണ്. പക്ഷെ ഈ പൈസ എന്തിനാണ്? ഞാൻ കുറെ ഫിലോസഫി പറയല്ല, പക്ഷെ ഈ പൈസയും നമുക്ക് സന്തോഷം നൽകാനാണ് പൈസ. പക്ഷെ പല ആളുകളും ചെയ്യുന്ന ജോലിയിൽ താല്പര്യമില്ലാത്തത് അവർക്ക് ആ ജോലി ചെയ്യാനുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ്. പക്ഷെ ടീച്ചർ പറഞ്ഞ പോലെ ഈ ജോലി എന്ന് പറയുന്നത് ഞാൻ വളരെ ആസ്വദിക്കുന്നു, വളരെ എൻജോയ് ചെയ്യുന്നു, വളരെ ഇഷ്ടമാണ്. പല മണിക്കൂറുകൾ ഞാൻ ഇവിടെ ചെലവഴിക്കാറുണ്ട്. എനിക്കൊരു മടുപ്പും തോന്നാറില്ല. ശരിക്കും ഏത് ജോലിയാണെങ്കിലും, കൂൺകൃഷി എന്നല്ല, കൂൺകൃഷിക്ക് പ്രത്യേക ഒരു ഫീൽ ഉണ്ട്. അത് പല ആളുകളും പല ദിക്കിൽ നിന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കർഷകരെല്ലാവരും തന്നെ അത് പറയാറുണ്ട്. അപ്പോൾ മഷ്റൂം എന്ന് പറയുന്നത് വളരെ ആനന്ദകരമായി ചെയ്യേണ്ട ഒരു ജോലിയാണ്, ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അത് അവരുടെ മുഖത്തും അവർ ചെയ്യുന്നതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ആനന്ദം നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ബിസിനസ്സിനെ എത്രയും നമുക്ക് എൻലാർജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോ ടീച്ചർമാരൊക്കെ ആയിട്ട് റിട്ടയർഡ് ചെയ്യുന്നവര് എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അതായത് അത്രയും നാൾ അവർ ബിസി ആയിരുന്നു. അപ്പൊ അവർക്ക് വെറുതെ ഇരിക്കുന്നത് പലർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ കൃഷി എന്ന് പറയുമ്പോൾ പലതരം കൃഷിയുണ്ട്. നമ്മള് ദേഹാധ്വാനം വേണ്ടതുണ്ട്. കൂൺ കൃഷിയിലോട്ട് വരുമ്പോ നമ്മൾക്ക് പണിയെടുക്കണം, പക്ഷെ മറ്റുള്ള കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ആയാസരഹിതമല്ലേ? വളരെ ആയാസമായിട്ട് ചെയ്യാം. പിന്നെ ഇത് സാധാരണ ഇപ്പം ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ കാപ്പി, കുരുമുളക്, ഇഞ്ചി ഇതൊക്കെയാണല്ലോ വയനാട്ടിലെ കൃഷികൾ. അതൊക്കെ വർഷത്തിലൊന്ന് അല്ലെങ്കിൽ 2 ഒക്കെയാണ് പല കൃഷികളും നമുക്ക് എടുക്കാൻ പറ്റുക. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഈ കൂണിങ്ങനെ കാണുക, അത് പറിക്കുക, അത് കൊടുക്കുക, ആ ഒരു സന്തോഷം. പിന്നെ അതും കായിക അധ്വാനം ഇല്ലാതെ. പക്ഷെ അധ്വാനം ഇല്ലെങ്കിലും നമ്മൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അത് കൂടുതൽ സമയം ഇതിന് സ്പെൻഡ് ചെയ്യണം. എങ്കിൽ കൂടെ ഇതൊരു കൂടുതൽ ആസ്വാദികരമായ ഒരു തൊഴിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മെൻറ്റർ എപ്പോഴും ഒരു കൂടെയുണ്ട്. ഇപ്പം അകലെയാണെങ്കിലും, ജഷീർ ഇപ്പോൾ കോട്ടക്കലും പല സ്ഥലത്തൊക്കെ ആണെങ്കിലും ഇത് നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ടെൻഷനില്ല, ഇതിലൊരു വിഷമിക്കാനൊന്നും ഒരു വിഷമം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു പരിഹാരം തരാനുണ്ട് ആളുണ്ട് എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് എന്താ മനസ്സിനൊരു ഒരു ടെൻഷനോ വേറെ വിഷമം. പലപ്പോഴും പല വീടുകളിലും പോകുമ്പോൾ ആ വീട്ടിലെ മറ്റ് അംഗങ്ങളെ നിങ്ങൾ വീഡിയോയിൽ കാണാറില്ല. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്
ആ വീട്ടിലെ 1-2 പേര് മാത്രമായിരിക്കും ഈ കൂൺ കൃഷിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ബാക്കി ചിലപ്പോൾ ഭർത്താവ് എതിരായിരിക്കും, ചിലപ്പോൾ ഭാര്യ എതിരായിരിക്കും, ചിലപ്പോൾ അച്ഛൻ അമ്മ എതിരായിരിക്കും. പക്ഷെ ഇവരൊക്കെ ഒന്നിച്ചു കൂടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയം വരും. അത് പക്ഷെ 2, 3, 4 മാസം കഴിയും വിജയിക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ ഈ തുടക്ക സമയത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂടെ ആളില്ലെങ്കിൽ. പക്ഷെ ഇങ്ങനെയുള്ള കർഷകർ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അതൊരു മാനസികമായിട്ടും അല്ലാതെ ഒരു സപ്പോർട്ടാണ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ വിളിച്ചു പറയാനോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ അല്ലെങ്കിൽ ഓടി വരാനോ ഒരാളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ടീച്ചർ പറയുന്ന പോലെ കൂടെ നമ്മൾ ഇടക്ക് പോകുന്നതിന്റെ ഒരു കാര്യം, കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ടാവും. നമ്മുടെ ഒരു സാന്നിധ്യം അവർക്ക് സന്തോഷമായിട്ട് കാണുമെങ്കിൽ നമുക്കും ആ പോകുമ്പോൾ അതും ഒരു ഫീലിംഗ് നമുക്ക് തിരിച്ചുണ്ട്. അതുകൊണ്ടാണ് ഈ രാത്രിയും പകലും ഒന്നും ഇല്ലാതെ കർഷകരെ നമുക്ക് വളർത്തിയെടുക്കാനും പറ്റുന്നത്. പല യൂട്യൂബ് ചാനലിലും പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം 10-20 എണ്ണം. അങ്ങനെ പോവാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു മെന്റർ വയ്ക്കാനൊക്കെ തീരുമാനിക്കേണ്ട ഒരു കാരണം എന്താണ്? എനിക്കൊരു മെന്റർ ഇല്ലാതെ ഇത് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഇത് എനിക്ക് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാനും പറ്റില്ല. കാരണം സ്കൂൾ ജീവിതം മുഴുവൻ ഉപേക്ഷിച്ച് വരുന്ന എനിക്ക് ഇത് ഒരു 1-2 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് കാലയളവിലേക്കല്ല എനിക്കിത് വേണ്ടത്. എൻ്റെ ജീവിതകാലം എനിക്ക് പറ്റുന്നത്ര കാലം ഇതുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതിന് ഒരു മെന്ററിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നി. കാരണം എനിക്കറിയില്ലാത്ത മേഖലയായതുകൊണ്ട് അതുകൊണ്ടാണ് ആ തീരുമാനത്തിലോട്ട് വന്നത്. അതെ അതെ അതെ. നമ്മളൊരു മെന്റർ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായാലും ഒരു ഫീസ് കൊടുക്കണം. ഇപ്പൊ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഫീസ് കൊടുക്കും. വർക്കെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജഷീറിന് കൊടുത്ത എമൗണ്ട് കൂടുതലായിട്ടോ അല്ലെങ്കിൽ വാങ്ങിയ ഫീസ് കൂടുതലായിട്ടൊക്കെ തോന്നിയിരുന്നു? അത് നമുക്കത് പറയാൻ പറ്റില്ല. ഈ കൊടുത്ത എമൗണ്ട് കൂടുതലാണോ കുറവാണോ എന്നൊന്നും ആ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അതിന് ശേഷം അതിന് ശേഷം നമുക്ക് വേണ്ടി അവരുടെ ജീവിത അനുഭവങ്ങളിൽ അവർക്ക് ഏതൊക്കെ മേഖലകളിൽ അവർക്ക് നഷ്ടം വന്നു അതൊക്കെ സഹിച്ചത് ഒരു പുതിയ കർഷകനെ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. ഇതുപോലെ ഒത്തിരി കർഷകരെ ഇവരുണ്ടാക്കുന്നു. അതായത് ഞാനിപ്പം അറിഞ്ഞു അവിടെ വാളാട്, ഇടുക്കി അവിടെയുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. കാരണം അവിടെയൊക്കെ എത്തിപ്പെട്ട് അവരുടെ എല്ലാം പ്രശ്നങ്ങളെ പരിഹരിച്ച് അവരെ പഠിപ്പിച്ചെടുക്കുകയായിരുന്നു. ഇത് ഒരു ഷെഡ് ഉണ്ടാക്കി അങ്ങനെ നിർത്തിയില്ല. അപ്പോൾ അത് നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാവും ഈ കാശ് ഇതിനു വേണ്ടി മാത്രമായിരുന്നില്ല. അത് ഈ കാശ് അതിനകത്ത് അതിൽ ഒതുങ്ങുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ജഷീറിന് അതൊരു ലാഭകരമായിരുന്നോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം എത്ര പ്രാവശ്യം വന്നു പോകുന്നു. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ ഇവിടെ വന്ന് ഇത് ഇൻസ്പെക്ട് ചെയ്ത് ഇതിൻ്റെ കുറവുകൾ പരിഹരിച്ച് ഇതിൻ്റെ റോ മെറ്റീരിയലുകൾ എനിക്ക് കിട്ടാത്തതും നല്ലതുമായിട്ടുള്ള റോ മെറ്റീരിയൽ എനിക്ക് എത്തിച്ചു തന്ന് എന്നെ സഹായിക്കുന്നു. അപ്പോൾ അതൊരു ഷെഡിൽ മാത്രം ഒതുങ്ങിയതല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഒരു പൈസ കൂടുതലാണ് എന്ന് നമുക്ക് പറയാനേ പറ്റിയല്ല. കാരണം ഇതിൻ്റെ ചിലവുകൾ വന്നു പോകുന്നതിൽ ചിലവുണ്ടല്ലോ. ആ ചിലവുകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മളൊരു ഈ വർക്ക് ഒരു നല്ല രീതിയിൽ പോകുന്നത് വരെ എനിക്കറിയില്ല ഇനി എത്ര കാലം കൂടി ഉണ്ടാവുമെന്ന്. കാരണം ഇപ്പോൾ തന്നെ ഈ ഷെഡ് ഉണ്ടാക്കിയതിന് ശേഷം പല പ്രാവശ്യവും ഇവിടെ വന്നു ഇതിൻ്റെ കുറവുകൾ പരിഹരിച്ചു തന്നു. ഇപ്പോഴും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊന്നും ഫീസ് വാങ്ങിയിട്ടില്ല. ആ ഷെഡിൻ്റെ കോസ്റ്റിന് മാത്രമാണ് അവരന്ന് വാങ്ങിച്ചത്. പക്ഷെ ഇപ്പോഴും എന്നെ സഹായിക്കാനായിട്ട് ഇതിൻ്റെ കുറവുകൾ പരിഹരിക്കാനായിട്ട് ഇപ്പോഴും ഇവിടേക്ക് വരുന്നു. എവിടെ നിന്ന്? കോട്ടയ്ക്കൽ നിന്ന് വരുന്നു. നമ്മൾ ഇതുവരെ കണ്ടത് ഷെഡിന്റെ അകത്തെ വിശേഷങ്ങളാണ്. ഇനി കാണാൻ പോകുന്നത് ഇതിലേക്ക് എത്തിച്ച ഒരാളുണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാൾ. അതാണ് നമ്മുടെ ഷായിച്ചേട്ടൻ. ഷായിച്ചേട്ടാ, നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട്. എന്നെ ഈ ഷെഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തി നിൽക്കുന്നു. പ്രൊഡക്ഷനിൽ ഇപ്പോൾ നിങ്ങളുടെ ഉപദേശപ്രകാരം പോയി കഴിഞ്ഞാൽ സംഭവം നടക്കുമെന്നും ഉപദേശം കിട്ടിയാൽ അതുപോലെ ചെയ്യാൻ കഴിവുള്ള ഒരാൾ കൂട്ടത്തിലുണ്ട് എന്നും എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്ന സാധനം ഇതെങ്ങനെ വിൽക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. അത് എത്ര സ്ട്രെയിൻ ചെയ്താലും വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണമെന്ന് വിചാരിച്ചാലും വേണ്ടി വന്നാൽ ബൈക്ക് എടുത്താലും സ്കൂട്ടർ എടുത്താലും പോയി വീട്ടിൽ കയറി വിൽക്കേണ്ടി വന്നാൽ അവസാനം കഴിക്കും ഞാൻ തന്നെ പോകേണ്ടി വന്നാലും പോകുന്നുള്ളൊരു ആവശ്യമൊന്നും വന്നില്ല. അത്രയൊന്നും കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ നടന്നു.
പിന്നെ ഇതിന്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇത്രയൊരു ഇൻവെസ്റ്റ്മെന്റ് വരും, അത് നമുക്ക് റിട്ടേൺ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഇതിന് വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങൾ തയ്യാറുമായിരുന്നു. റിട്ടേൺ വരുന്നത് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എത്ര പെട്ടെന്ന് വരും? ഇത്രയും പറഞ്ഞ ഈ ദിവസങ്ങൾക്കുള്ളിൽ ഇത്ര പെട്ടെന്ന് ഒരു ഇൻകം റിട്ടേൺ വരുന്ന ഒരു സാധനം ഇതിനു മുമ്പ് എനിക്ക് പരിചയമില്ല. കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്താലും ഈ പറയുന്ന ഒരു 1.5 മാസം 2 മാസത്തിനുള്ളിൽ 1000 രൂപയെങ്കിലും തിരിച്ചു വരുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടില്ല. ഷാജി ചേട്ടൻ നമ്മള് പഠിക്കേണ്ട ഒരാളാണ്. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ശരിക്കും ഒരു ഫൈനാൻസ് സ്ഥാപനം ഇട്ടു. പ്രായത്തിൽ ഒതുങ്ങാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിന് ആ ധൈര്യത്തോടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനി ട്രെയിനർ ആയിരുന്നു, ഫീൽഡ് സ്റ്റാഫിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം. നമ്മുടെ ലേബർ ഇന്ത്യയിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിലും വർക്ക് ചെയ്തും നന്നായിട്ട് പിന്നെ അതിൽ ലീഡറായിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട്. വലിയൊരു പന്നി ഫാം അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം കുറച്ച് ഡോഗ്സ് ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് മേഖലകളിലും ഒരുപാട് ആളുകളെ കണ്ടൊക്കെ പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പറയുന്നത് ഇത്രയും ഈസി ആയിട്ട് റിട്ടേൺ കിട്ടുന്ന ഒരു കൃഷി ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു മേഖല, കൃഷി പോട്ടെ, ഒരു മേഖല ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വേറിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് നമ്മൾ ഈ ഡീലുമായിട്ടാണല്ലോ. അതെ അതെ, പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് കുറച്ചുകൂടി താല്പര്യമുണ്ട്. അതെ, അവർ നിങ്ങൾ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് അങ്ങനെ ഒരു ബോണ്ടിങ് നമ്മൾ തമ്മിലുണ്ട്. നിങ്ങൾക്കും സന്തോഷമാണ്, എനിക്ക് സന്തോഷമുണ്ട്. പലപ്പോഴും അങ്ങനെയൊന്നും ആൾക്കാരെ കിട്ടാറില്ല, കുറവാണ്. പറയുമ്പോൾ ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് പറയുകയും നടക്കുമ്പോൾ ഒന്നും ഇല്ലാതെ പോവുകയൊക്കെയാണ് സാധാരണ ചെയ്യാറ്. നിങ്ങൾ അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടില്ല. നടപടിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ, അത് ഓൾമോസ്റ്റ് നടക്കുന്നുണ്ട്. ഞങ്ങൾ ആ ഒരു എനിക്ക് തരാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു, അതെന്നെ കൊണ്ട് പറ്റുന്നുണ്ട് അല്ലേ? നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ജഷീറിന്റെ അത്ര പ്രൊഫഷണൽ ആയാലും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്തെങ്കിലും തിരുത്താനുള്ളതായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. ഓക്കെ, എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല. എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രവൃത്തിയിൽ വന്നതും. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് എപ്പോഴും തന്നെ ഫോണിൽ സംസാരിക്കാറുണ്ട്. കാര്യങ്ങൾ ചോദിച്ചാലും മറുപടി ലഭിക്കാറുണ്ട്. സംശയങ്ങൾ ദൂരീകരിക്കുകയും ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരികയാണല്ലോ പേരിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ വിസിറ്റ് ചെയ്യാറുണ്ട്. അതൊരു ഭയങ്കര കോൺഫിഡൻസാണ്. നിങ്ങൾ ഇടയ്ക്ക് വന്ന് പോകുന്നത് നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസാണ്. മെറ്റീരിയൽസ് വേറെ എവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും ഈസി ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തരുന്നുണ്ട്. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു കാര്യമാണ്. കൃഷിയിൽ സഹായിക്കാറുണ്ടോ? എന്തൊക്കെ രീതിയിലാണ് ഉണ്ടോ? രാവിലെ ഇപ്പം ചിലപ്പം പറിക്കാനും പിടിക്കാനും വിൽക്കുന്ന സമയത്ത് കൊണ്ടു കൊടുക്കാനും ഞാൻ നല്ല സന്തോഷമായിട്ട് കൂണ് കറി വെച്ച് കൂട്ടാറുണ്ട്. പാചകം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. നിവൃത്തിയില്ലാതെ സാമ്പാറിൽ അവസാനം ഇന്ന് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ അവസാനം സാമ്പാർ ഉണ്ടാക്കാൻ വന്നപ്പോൾ ഇത്തിരി കൂണ് ബാക്കിയുണ്ട്. അത് കളയുന്നതിന് പകരം ഞാൻ സാമ്പാറിലേക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ളതില്ല. ഏതൊക്കെ രീതിയിലായിരുന്നു അമ്മനെ സപ്പോർട്ട് ചെയ്തത്? എനിക്കൊന്ന് മാർക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ലോഗോ ഡിസൈൻ ചെയ്യണമായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഉള്ള ജെമിനിയോ അല്ലെങ്കിൽ ChatGPT ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാമെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ലോഗോ ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ ഔട്ട്പുട്ടാണ്. വളരെ പ്രൊഫഷണലായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻപുട്ട് ഇമേജസ് കൊടുത്ത് അത്യാവശ്യം നന്നായി പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ പ്രൊഫഷണലായിട്ട് തന്നെ ലോഗോ ഡിസൈൻ ചെയ്യാൻ AI നമ്മളെ സഹായിക്കും. ഈ ടീച്ചർ എന്നുള്ള രീതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൂൺ കൃഷി തുടങ്ങാൻ വേണ്ടി വീട്ടിലൊക്കെ ചർച്ച നടക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്? എനിക്ക് തോന്നുന്നത് ഞാനൊരു സ്റ്റഡി വായിച്ചു എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസായിട്ട് അലൈൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അമ്മ ഇത്രയും കാലം പഠിപ്പിച്ചു. അമ്മയ്ക്ക് അതിൽ നിന്നൊരു മാനേജറൽ പൊസിഷനിലേക്ക് പോകുന്നതിന് ഹെൽത്തൊക്കെ പ്രശ്നം കാരണം അമ്മയ്ക്ക് ടീച്ചിങ്ങിനുപരി മാനേജിങ് അങ്ങനത്തെ ഒരു റേഞ്ചിലേക്ക് പോകേണ്ടി വന്നു. അപ്പം അതിനകത്ത് അമ്മയ്ക്ക് അത്രയും എക്സൈറ്റഡ് ആയിരുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് കൂൺ ആൾക്കാർക്ക് ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം ആൾക്കാർ കഴിക്കുകയാണ്, അതവർക്ക് നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റാണെന്ന് അറിയുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അമ്മയ്ക്ക് ജീവിതത്തിലൊരു അർത്ഥം കൊടുക്കുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പം ആ രീതിയിലും ജനറലി അമ്മയ്ക്ക് എന്താ പറയുക, പണ്ട് മുതലേ അമ്മ കൃഷിയിൽ എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആണ്. എനിക്ക് കാണുന്ന ചെടീൻ്റെ പേരൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് അമ്മയ്ക്ക് എന്താ പറയുക അറ്റ്ലീസ്റ്റ് ഈ പോയിന്റിലെങ്കിലും എത്താൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടതെല്ലാം തന്നെ
പിന്നെ അവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതലാണ്. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ചും കൂടെ വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ വരുമ്പോഴാണ്. അപ്പോൾ വലിയ രീതിയിൽ പ്രൊഡക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അവിടെ സ്വീകരിക്കേണ്ടത്. ചെറിയ രീതിയിൽ തുടങ്ങിയത് ഷെഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഒരു സൈഡിൽ മാത്രമേ ബെഡ്സ് വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇനി കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഷെഡ് നിറഞ്ഞിരിക്കുന്ന വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങാൻ പോകുന്നവരാണെങ്കിൽ സെക്കൻഡ് പാർട്ടും കൂടെ കണ്ടാൽ അത് നല്ലതായിരിക്കും. പലപ്പോഴും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒന്നും അല്ലാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഈ വീഡിയോ കണ്ടാൽ ഞങ്ങൾ എങ്ങനെയാണ് ഒരു കർഷകരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഏകദേശം കണ്ടാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറുള്ള ഒരു മേഖലയാണ് മഷ്റൂം. അത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഷ്റൂമിനെ കുറിച്ച് അറിയാത്ത ആളുകൾ പോലും മഷ്റൂം എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മളൊരു സ്റ്റാർട്ടിങ് ചെയ്ത് അതിനൊരു നല്ല രീതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോഴേ ഒരു നാഴികക്കല്ല് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരും തലമുറയിൽ നമുക്ക് കൂടുതൽ മഷ്റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെയധികം ചാൻസ് ഉണ്ട്. അതിനെ എത്തേണ്ട സ്ഥലത്തേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും.